സൾഫർ വാദിയിൽ കുളിച്ചിട്ടുണ്ടോ? സൾഫർ വാദി, ഭൂമിയുടെ അടിയിൽ നിന്ന് സൾഫർ പൊങ്ങി വരുന്ന ഒരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം. സൾഫർ സ്പ്രിംഗ് വാട്ടറിലേക്കുള്ള യാത്ര അയൻ സെഹ്ബാൻ 6.7 കിലോമീറ്റർ ആണ് ഈ ഓഫ് റോഡ് ഇവിടെ കാണിക്കുന്നത്. ഈ റോഡ് തുടങ്ങുന്നത് ബുരേമി സോഹ റോഡിൻ്റെ ഒരു ഏകദേശം ഒരു മിഡിൽ നിന്നാണ് ഇത് തിരിഞ്ഞു പോകുന്നത്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. 4 വീൽ വണ്ടികൾ മാത്രം ഇവിടെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള വണ്ടികൾ ഡാമേജ് ആകാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു റോഡാണ് ഇവിടെ. റോഡെന്ന് പറയാൻ പറ്റില്ല, വണ്ടികളൊക്കെ പോയി ഉണ്ടായിരിക്കുന്ന ഒരു പാത അത്രമാത്രം, അല്ലാതെ ഒരു റോഡ് വെട്ടി ഒരു വലിയ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. അപ്പോൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ ഒരു സുഖം നമുക്കിവിടെ കിട്ടും. അപ്പോൾ വലിയ കുന്നുകളും മലകളും ഒമാൻ്റെ ഒരു പ്രകൃതിദത്തമായ സ്ഥലങ്ങളിൽ കൂടെയുള്ള യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുക. അങ്ങനെ മനോഹരമായ ഓഫ് റോഡ് യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയ ഗ്രാമം, 10-20 വീടുകൾ മാത്രമുള്ള ഒരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൂറ്റൻ മലനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ ഒലിച്ചു പോകുന്ന വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകുന്ന ഒരു മനോഹരമായ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഈ വെള്ളം ഒഴുകി കൃഷി സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. സൾഫർ നിറഞ്ഞ വെള്ളം, വളരെ രസകരമായിട്ടുള്ള ബ്ലൂ കളർ, ആ സൾഫർ വെള്ള കളർ, അതിൽ വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള മനോഹരമായൊരു കളർ. ഈ നമ്മൾ ചുണ്ണാമ്പ് വെള്ളമൊക്കെ വെയിലത്ത് വെച്ചാൽ കിട്ടുന്ന ആ ഒരു കളർ, വളരെ മനോഹരമായിട്ടുള്ളൊരു കളർ. ഇവിടെ ഈ സൾഫറൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് പാറയിലൊക്കെ. നിങ്ങൾ സൾഫർ വാദിയിൽ കുളിച്ചിട്ടുണ്ടോ? സൾഫർ വാദി, ഭൂമിയുടെ അടിയിൽ നിന്ന് സൾഫർ പൊങ്ങി വരുന്ന ഒരു വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്ന ചില സ്ഥലങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ഒമാനിലെ ഒരു സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു സൾഫർ വാദിയാണിത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഭൂമിയുടെ അടിയിൽ നിന്ന് സൾഫർ പൊങ്ങി ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിൻ്റെ പ്രത്യേകത നല്ല ഇതിൻ്റെ കളർ നോക്ക്, എത്ര നല്ല ക്ലീൻ വൈറ്റ് കളറാണ് നോക്ക്, വളരെ രസമാണ്. അതുപോലെ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇതേപോലെ ശരീരത്തെ തേച്ച് പിടിപ്പിച്ച് കുറേ നേരം ഈ വെയിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കുളിക്കും. അതുപോലെ ഇതിൽ വെള്ളം കുറവാണ്, അല്ലെങ്കിൽ ഇതിൽ നീന്തി കുളിക്കാവുന്ന ടൈപ്പുള്ള ഒരു രസകരമായ ഒരു സ്ഥലമാണിത്. സ്കിന്ന് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുക. ഇവിടെ വരുന്ന ആളുകൾ ഇതൊക്കെ ഫേഷ്യൽ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. മുഖത്തൊക്കെ തേച്ച് ഫേഷ്യൽ ചെയ്ത് നല്ല ഭംഗിയുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വന്നതാണ്. പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ സൾഫർ നമുക്ക് കിട്ടിയിട്ടില്ല. എവിടെ നോക്കിയാലും നമുക്ക് സൾഫർ ഇങ്ങനെ പൊക്കി എടുത്തെറിഞ്ഞ് കളിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എന്തോടൊരു അടിപൊളി സ്ഥലം തന്നെ എന്തായാലും ഈ സൾഫർ വാദി. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ എൻജോയ് ചെയ്തിട്ട് സൂപ്പർ. എന്തായാലും ഒമാനിലുള്ളവർ ഇവിടെ വരാൻ മറക്കരുത്. അത്ര മനോഹരമായൊരു സ്ഥലമാണ് വാദി. ഓക്കെ, സൾഫർ വാദി, സൾഫർ സ്പ്രിംഗ്. ഈ വലിയ കൂറ്റൻ മലയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉറവ വെള്ളം, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഏകദേശം ഈ ഒരു അടിഭാഗത്തു നിന്ന് തൊട്ട് പിന്നെ സൾഫർ ഭൂമിയുടെ അടിയിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഈ ഒഴുകുന്ന വെള്ളത്തിൽ സൾഫർ ലയിച്ച് താഴത്തേക്ക് പോകും. നല്ല വെള്ളമുള്ള സമയത്ത്, വെള്ളം കൂടുന്ന സമയത്ത് ഇതിനൊക്കെ മുകളിൽ ഏകദേശം 1 മീറ്ററൊക്കെ ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ വന്ന് ഒഴുകി പോകും. ഇവിടെ താഴത്തേക്ക് ചെന്ന് ഇത് സ്റ്റോർ ചെയ്ത വെള്ളം ഇങ്ങനെ കൃഷിഭൂമിയിലേക്കൊക്കെ പോകാറുണ്ട്. ഇവിടെ മൊത്തം സൾഫറിൻ്റെ കണ്ടൻ്റാണ് ഈ പ്രദേശം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് വെള്ളത്തിൽ. ഇത് ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ എക്സൈറ്റിംഗ് ആണ്. ബിക്കോസ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു അത്ഭുതം പോലെയാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ കാണുന്നത്. അതായത് ഇപ്പൊ ഞങ്ങളുള്ളത് സൾഫർ വാദിയിലാണ്, ഒമാനില്. അപ്പൊ ഭയങ്കര രസമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ള സാറ്റൊക്കെ കാണുന്നത് കണ്ടോ. സോ ഇത് സൾഫർ ആണ്. ഈ വാട്ടറില് സൾഫർ കണ്ടന്റ് ഉണ്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമുക്ക്
ഇതിന്റെ ഇങ്ങനെ അടിയിൽ നിന്ന് നമുക്ക് സൾഫർ കിട്ടും. ഇതിന്റെ സാധാരണ നമ്മൾ വെള്ളത്തിന്റെ അടിയിലൊക്കെ സാൻഡ് മണ്ണൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിന്റെ അടിയിൽ സൾഫറാണ് നമുക്ക് വൈറ്റ് കളറിൽ കാണാൻ പറ്റും. കുറെ പേര് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളും കൂടി ഒന്ന് പേര് എഴുതി വെക്കാം. എന്തായാലും നമ്മുടെ ഓർമ്മ ഇവിടെ ഒക്കെ നല്ല വഴുക്കലുണ്ട്. നല്ല അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ എല്ലാവരും ഈ സൾഫർ കൊണ്ട് ഇവിടെ പേരും വീട്ടും പേരും നാളും രാജ്യത്തിന്റെ പേരൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഞാനും എഴുതിയിട്ടുണ്ട് എന്റെ പേരിവിടെ മത്തായി. ഇവിടെ നമ്മുടെ ആരെങ്കിലും ഒക്കെ കൂട്ടുകാർ വരുന്നവരാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഈ വാദിയിൽ കൂടെ സൾഫർ സ്പ്രിങ്ങിൽ കൂടെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം കാലും എടുക്കും, മുട്ടിനൊപ്പമൊക്കെ വരെ താന്നു പോകുന്ന സ്ഥലമാണ് ഇവിടെ. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കണ്ടോ, താന്നു പോകും. ഒരുപാട് സൾഫർ വന്ന് തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ വെള്ളം കുറവായിരുന്നു, ഒഴുക്ക് കുറവായിരുന്നു കൊണ്ട് സൾഫർ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ്. ഇനി വെള്ളം വരുമ്പോഴാണ് ഇതിവിടെ കൂടുകയുള്ളൂ. എന്തായാലും ഇതൊരു പ്രത്യേക അനുഭവമാണ്. തന്നെ ഇത് ശരീരത്തിൽ തേച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നല്ലൊരു സുഖമുണ്ട്. ഇപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ എന്നുള്ളത് അന്നേരം അറിയാം. അപ്പോൾ എന്തായാലും ഇതുവരെ സംഭവം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെയുള്ള പുതിയ അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു മണിയിലൊന്ന് ഞോണ്ടി കളിച്ചാറേ, കാരണം എന്നാലാണ് നമുക്ക് പുതിയ വീഡിയോസ് ലഭിക്കുകയുള്ളൂ. ഓക്കെ കാണാം നമുക്ക്. അപ്പോൾ ഈ വാദിയുടെ മനോഹര കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നു. തൽക്കാലം സൾഫർ സ്പ്രിങ്ങിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഇനിയും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷകളെല്ലാം ഇവിടെ നിലനിർത്തി തൽക്കാലം ഞങ്ങൾ തിരിക്കുകയാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സൾഫർ സ്പ്രിങ്ങിൻ്റെ മനോഹരമായ യാത്ര, ഡെസർട്ടിൽ കൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു യാത്രാ ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്കറിയാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അഡ്വഞ്ചറസ് ഡ്രൈവ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും. അതേപോലെ തന്നെ സൾഫർ സ്പ്രിങ്ങിലോട്ട് പോയ ആ സ്ട്രീമും അതെല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പം താങ്ക് യു സോ മച്ച് മത്തായി. ഞാൻ വന്നിട്ട് ചില വർഷങ്ങളായെങ്കിലും ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സൾഫർ സ്പ്രിങ്ങിലേക്ക് അതിനൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാൻ നോക്കിയത് ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സൾഫർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മുഖക്കുരു മാറാനും നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻസ് മാറാനും അതുപോലൊക്കെ ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ്. മാത്രമല്ല ഒരു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ഡ്രൈവായിരുന്നു. ശരിക്കും ആ റോഡിൽ കൂടെ ഒക്കെ പോകുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു. മാത്രമല്ല ഒരു നല്ല സൈറ്റായിരുന്നു.
സൾഫർ ഇങ്ങനെ ഒഴുകി വരുന്നത്. ആക്ച്വലി നമ്മൾ വെള്ളം ഉള്ളപ്പോഴാണ് പോകേണ്ടിരുന്നത്, ഇച്ചിരി വെള്ളം കുറവായിരുന്നു എങ്കിലും ആ വെള്ളം ഒഴുകി വരുന്നത് കാണാനും അതിൻ്റെ ഇത് തൊടാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് ആൻഡ് എൻകറേജ് ഓൾ ഓഫ് യു ടു വിസിറ്റ് ഇഫ് പോസിബിൾ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും നമുക്കിങ്ങനെ ഒരു മനോഹരമായ യാത്ര നടത്താനൊക്കെ പറ്റിയതിന് വളരെ സന്തോഷം. പ്രകൃതി രമണീയമായിരിക്കുന്ന ഒരു സ്ഥലം. അതെ തീർച്ചയായിട്ടും. നമ്മൾ പോകുമ്പോൾ മലനിരകൾ കഴിഞ്ഞ് നേരെ ചെന്നെത്തുന്നത് സ്ട്രീമിലോട്ട്. ആ സ്ട്രീമിന്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആ ഒരു പച്ചപ്പും ഭംഗിയും. അതെ അല്ല റിയലി എടുത്തു പറയണ്ട. കാരണം ഇങ്ങനത്തെ ഒരു മരുഭൂമിയിൽ ഇങ്ങനത്തെ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സൾഫർ സ്പ്രിങ്ങിന്റെ വെള്ളം കൊണ്ട് അവിടെ കൃഷി നടത്തുന്നത് അതെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കറക്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.